പാലക്കാട് നഗരസഭയുടെ വനിതാ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം യാഥാർത്ഥ്യത്തിലേക്ക്. ഇതിന്റെ ഭാഗമായി പരിശീലനാർത്ഥികൾക്കുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം നടന്നു. സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും സ്വയം പര്യാപ്തതയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് പാലക്കാട് നഗരസഭ വനിതാ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നത്. ഇതിലൂടെ വിവിധ തൊഴിൽ മേഖലകളിലേക്ക് നൈപുണ്യ പരിശീലനം നൽകും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ നൽകും. പാലക്കാട് നഗരസഭയും കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ജൻ ശിക്ഷൻ സൻസദൻ പാലക്കാടും സംയുക്തമായാണ് തൊഴിൽ പരിശീലന ക്ലാസുകൾ നൽകുക. ഇതിന്റെ ഭാഗമായി പരിശീലനാർത്ഥികൾക്കുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം നടന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് യോഗാ ബോധവൽക്കരണവും പരിശീലനവും നടത്തി. സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായുള്ള പദ്ധതിയാണിതെന്ന് നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ശശികുമാർ പറഞ്ഞു. പാലക്കാട് നഗരസഭ ഏകദേശം 60 ലക്ഷത്തോളം ചെലവഴിച്ചുകൊണ്ട് ഒരു പട്ടികജാതി കോംപ്ലക്സ് ഉണ്ട്. ഉപേക്ഷിക്കപ്പെട്ട ഈ കോംപ്ലക്സ് അതൊരു പരിശീലന കേന്ദ്രമായി വികസിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ വരും ദിവസങ്ങളിൽ നിരവധി കോഴ്സുകൾ നഗരസഭാ പ്രദേശത്തെ വനിതകളെ ശാക്തീകരിക്കുക, അവരെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നിരവധി കോഴ്സുകൾ ആരംഭിക്കുന്നുണ്ട്. ബ്യൂട്ടീഷ്യൻ അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയ്ഡറി അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ കോഴ്സുകൾ, യോഗ ട്രെയിനർ അസിസ്റ്റൻറ്റ്, അങ്ങനെ നിരവധി വൊക്കേഷണൽ കോഴ്സുകൾ ഈ പരിശീലന കേന്ദ്രത്തിൽ നിന്നും നഗരസഭാ പ്രദേശത്തെ വനിതകൾക്ക് ലഭിക്കും. പ്രത്യേകിച്ച് സൗജന്യമാണ് എന്ന് മാത്രമല്ല, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് സ്റ്റൈഫൻഡ് കൊടുത്തുകൊണ്ടുള്ള പരിശീലന പരിപാടിയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് JSS ജൻ ശിക്ഷൻ സംസ്ഥാൻ എന്ന അഖിലേന്ത്യാ തലത്തിൽ തന്നെ വൊക്കേഷണൽ കോഴ്സുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നൈപുണ്യ വികസന വകുപ്പിൻ്റെ താഴെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘടനയെ സഹകരിച്ചുകൊണ്ടാണ് ഈ തൊഴിൽ പരിശീലന കേന്ദ്രം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ പരിശീലന കേന്ദ്രം പൂർണ്ണമായി സജ്ജമായ ശേഷം ജൂലൈ മാസത്തോടുകൂടി ഇത് വിപുലമായിട്ടുള്ള ഒരു ഉദ്ഘാടന പരിപാടി ഉണ്ടാവും. നഗരസഭാ ചെയർമാൻ പി സ്മിതേഷ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ വൈസ് ചെയർപേഴ്സൺ G ബേബി അധ്യക്ഷത വഹിച്ചു. പാലക്കാട് JSS ഡയറക്ടർ സിജു മാത്യു വിഷയാവതരണം നടത്തി. യോഗ ട്രെയിനർ K പ്രഭാകരൻ യോഗ ബോധവൽക്കരണവും പരിശീലനവും നയിച്ചു. വീട്ടിൽ ഒരു 5 മിനിറ്റ് നേരം മൂക്കിൽ പിടിച്ച് ഞാൻ ഈ ശ്വാസം വിടില്ലാതെ ഇരിക്കാൻ കഴിയുമോ? എത്ര നാൾ കഴിയും? വീട്ടിൽ അച്ഛനെ കൊണ്ടോ അമ്മയെ കൊണ്ടോ ആരെ കൊണ്ടോ ദേഷ്യം വന്നാൽ നിങ്ങൾ വെച്ച ഭക്ഷണം വേണ്ട, സാധനം വേണ്ട, അവിടെ ഇടഞ്ഞിപ്പോ മാറിപ്പോകുന്ന നമ്മൾക്ക് 5 മിനിറ്റ്, ഈ വീരവാദങ്ങളെല്ലാം പറയുന്നത് നമ്മൾക്ക് 5 മിനിറ്റ് നേരം മൂക്കിൽ പിടിച്ച് ശ്വാസം വിടാതിരിക്കാൻ കഴിയും. എത്ര കഴിയും? 5 മിനിറ്റ് നേരം ശ്വാസം പോയാൽ പിന്നെ അവരുടെ പേരെന്താ? എന്റെ പേര് പ്രഭാകരൻ. ഇല്ലേ? ഞാൻ ഒരു 5 മിനിറ്റ് നേരം മൂക്കിൽ പിടിച്ച് ശ്വാസം വിടുന്നില്ല വിട്ടാൽ പിന്നെ എന്റെ പേരുണ്ടാവും, ശവമാവും. ഇല്ലേ? എത്ര നേരം? 5 മിനിറ്റ് നേരം എന്റെ മൂക്കിൽ കൂടെ പോകുന്ന ശ്വാസത്തെ ഞാൻ പിടിച്ചു നിർത്തിയാൽ എന്റെ പേരെന്തായി? ശവമായി. ഇല്ലേ? നഗരസഭാ സെക്രട്ടറി PJ ജസിത നന്ദി പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.